ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നല്ല അടിപൊളി തണുപ്പൊക്കെയാണ് കേട്ടോ. ഓരോ ദിവസം കഴിയുമ്പോഴും തണുപ്പ് കൂടി വരികയാണ്. അപ്പം സ്വെറ്ററൊന്നും ഇട്ടില്ല എന്ന് വിചാരിച്ച് ആരും വിചാരിക്കേണ്ട. കാരണം ഇതിന് ഉള്ളിൽ 2-3 ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിടിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ഇന്ന് ചെറിയൊരു വ്ളോഗാണ്. ഇന്ന് കുറച്ച് പരിപാടികളുള്ള ദിവസമാണ്. അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നെയ്റോസ്റ്റും തേങ്ങാ ചട്നിയും ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് ചോറും കറികളും എല്ലാം വെച്ചിട്ട് ഒരിടത്ത് വരെ പോകണം. അതുകൊണ്ട് രാവിലെ നല്ല തിരക്കിലാണ്. ദോശ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ പുറത്തോട്ട് അരിയും കൂടെ ഒക്കെ ഇട്ടു. പിന്നെ പെട്ടെന്ന് പോയി തുണിയൊക്കെ കഴുകാനിട്ടു. തുണി കഴുകാൻ ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഇപ്പോൾ കഴുകുന്നത്. അതുകൊണ്ട് പച്ചവെള്ളമൊന്നും ഈ ഒരു സമയത്ത് തൊടാനേ ഒക്കത്തില്ല. ഈ ഹീറ്റർ ഉണ്ടായതുകൊണ്ട് ഒരുവിധം പിടിച്ചു പോന്നു ഈ തുണി കഴുകാനും പാത്രം കഴുകാനും ഒക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ ചൂടുവെള്ളം ഉണ്ടാക്കണമായിരുന്നേ. അപ്പോൾ ഹീറ്റർ ഉണ്ടായതുകൊണ്ടും വാഷിംഗ് മെഷീൻ ഉണ്ടായതുകൊണ്ടും ഒരുവിധമൊക്കെ ഈ തണുപ്പ് ഇങ്ങനെ പിടിച്ചു പോകുന്നത്. അപ്പോൾ തുണിയൊക്കെ കഴുകിയിട്ടു. നമ്മൾ ഈ ബാൽക്കണിയിൽ ഇപ്പം തണുപ്പ് തുടങ്ങിയതിന് ശേഷം വെയിൽ വരാത്തതുകൊണ്ട് താഴെയാണ് അയ കെട്ടിയേക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി എല്ലാം വിരിച്ചിട്ടു. പിന്നെ മീനിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കറിയാക്കാമെന്ന് വിചാരിച്ചു. ഇത് മീൻ ഇവിടുത്തെ എന്തോ മീനാണ്. പക്ഷേ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. നമ്മുടെ നെമ്മീൻ്റെയൊക്കെ കൂട്ട് നല്ല മാംസമുള്ള മീനാണ്. കൂടുതലും മുള്ളൊന്നുമില്ലാത്ത നല്ല അടിപൊളി മീനാണ്. അപ്പോൾ അതങ്ങ് കുറച്ച് തേങ്ങ അരച്ച് വെച്ചു. തേങ്ങ അരയ്ക്കാൻ ഈ തണുപ്പത്ത് വലിയ ബുദ്ധിമുട്ടാണ്. തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ ഒരുമാതിരി പിരിഞ്ഞിരിക്കും. എന്തായാലും അത് കുറച്ച് ഒരു സ്പൂൺ തേങ്ങ അരച്ചങ്ങ് വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ മോര് കാച്ചി. എത്ര മീൻ കറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒഴിച്ചു കറി വേണം കേട്ടോ. അങ്ങനെ മോരും കാച്ചി ബീൻസും ക്യാരറ്റും കൂടെ തോരനും വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് റെഡിയായിട്ട് പോകാനായിട്ട് ഇറങ്ങി. ഞാനും പിള്ളേരും കൂടെയാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് സരോജിനി നഗറിലോട്ടാണ് കേട്ടോ. അവിടെ കുറച്ച് എന്താ പറയുന്നത് 1-2 ആവശ്യങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ സരോജിനി നഗർ മാർക്കറ്റ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ തൊട്ടടുത്താണ്. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് പോകാനായിട്ടൊന്ന് ഇറങ്ങിയതാണ്. അപ്പം മെട്രോയിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ സരോജിനി നഗറിലോട്ട് പോകുന്നത്. ഞാനൊരു പ്രാവശ്യം പക്ഷേ ബൈക്കിൽ പോയിട്ടുണ്ട്. മെട്രോയിൽ ആദ്യമായിട്ടാണ്. നമ്മളിവിടെ തിരക്കിയപ്പോൾ പറഞ്ഞത് ഒരു 2-3 മെട്രോ കയറി ഇറങ്ങണമെന്നാണ്. അങ്ങനെ എന്തായാലും മെട്രോ ഒക്കെ കയറി. നമ്മൾ മെട്രോയിൽ വന്നപ്പോൾ നമുക്കൊരബദ്ധം പറ്റി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കയറിയ സ്ഥലത്ത് നിന്ന് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു സരോജിനിയിലോട്ട്. അപ്പോൾ അത് നമുക്കറിയത്തില്ലായിരുന്നു. നമ്മൾ ഓരോ മെട്രോയിലും കയറി ഇറങ്ങി എക്സിറ്റ് ചെയ്ത് അടുത്ത ടിക്കറ്റ് എടുത്തൊക്കെയാണ് കയറി വന്നത്. പക്ഷേ അത് ഒരുപാട് ചാർജ് കൂടുതലായിരുന്നു കേട്ടോ. ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കുന്നതിന് അത്രയും ചാർജ് ഇല്ലായിരുന്നേ. അങ്ങനെ നമ്മളെന്തായാലും അവിടെ ചെന്നിട്ട് അവിടുത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് മാർക്കറ്റിലും ഒന്ന് കയറി. മാർക്കറ്റിൽ കയറിയിട്ട് നമ്മളൊന്നും വാങ്ങിയില്ല കേട്ടോ. ഇപ്പം മാർക്കറ്റിലെല്ലാം ഈ തണുപ്പിൻ്റെ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു. അത്യാവശ്യം നമുക്ക് ഡ്രസ്സൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ അതിൻ്റെ വാങ്ങാനൊന്നും പോയില്ല. എനിക്ക് അത്യാവശ്യം വേണ്ടുന്നൊരു സ്റ്റാറായിരുന്നു. അപ്പം സ്റ്റാറും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ തിരിച്ച് വന്നിട്ട് മെട്രോയിൽ കയറിയിട്ട് വന്നപ്പോഴത്തേന് 2 പേർക്കും വിശന്ന് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ മെട്രോയ്ക്കകത്ത് തന്നെ സ്റ്റേഷനകത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ കയറി. അവർക്ക് ഓരോ കോൾഡ് കോഫിയും പിന്നെന്താ റോളും വാങ്ങി. 2 റോളും ഒരു കോൾഡ് കോഫിയും വാങ്ങി. അങ്ങനെ നമ്മൾ ഹോസ്കസിൽ ഇറങ്ങിയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത്. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ പള്ളിയിൽ വന്നപ്പോൾ ഇതേപോലെ ഹോസ്കസിൽ വന്നപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റ് ഭയങ്കരമാണ് കേട്ടോ. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാട്ടിൽ നല്ല റേറ്റാണ്. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. പിന്നെ വൈകിട്ടായപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, കേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഷുഗർ ക്യാരമൽ ചെയ്യാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാമെന്ന്. കുറച്ച് ഡേറ്റ്സൊക്കെ വാങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ അതെടുത്ത് കേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷുഗർ ക്യാരമൽ ചെയ്തതിലോട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കറുത്ത മുന്തിരിയും പിന്നെ ഡേറ്റ്സും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത ആ ഒരു പീസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 6 മുട്ടയാണ് എടുത്തത്. ആദ്യം മിക്സിയുടെ ജാറിലോട്ട് എടുത്തു. പക്ഷേ അതൊന്ന് അടിച്ചപ്പോഴത്തേന് അതെല്ലാം കൂടെ തെറിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അക്കുവും കൂടെ വന്ന് ഞാൻ എന്ത് സംഭവം തുടങ്ങിയാലും അവളും കൂടെ പിടിക്കാൻ കാണും. അങ്ങനെ അതൊക്കെ ബീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ഒക്കെയാണ് അരിച്ചു വെച്ചിരിക്കുന്നത്.
അപ്പോൾ ആ ഒരു മിക്സും കൂടെ അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ഹണി ഉണ്ടായിരുന്നു, ഹണി ഒഴിച്ചു. പിന്നെ ഈ ജാം നമ്മൾ ആ ഒരു ക്യാരമൽ ആക്കിയില്ലേ, ഷുഗർ ക്യാരമൽ ആക്കിയില്ലേ, അതിൽ ചേർക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ മറന്നുപോയി. പിന്നെ ഇതിൽ ഇട്ടതിന് ശേഷം അതൊന്ന് മെൽറ്റ് ഇത് അലിഞ്ഞ് വരാനും ഒരുപാട് പാടുപെട്ടോ കേട്ടോ. അങ്ങനെ ആ ഒരു നമ്മൾ തണുക്കാൻ മാറ്റി വെച്ചിരുന്ന ആ ഒരു ഷുഗർ ക്യാരമലും ആ ഒരു ക്യാരറ്റും ഒക്കെ ഇട്ട് ആ ഒരു മിക്സ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അത് ഇനി എല്ലാം കൂടെ ഒക്കെ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേന് എനിക്ക് തോന്നി കുറച്ചൊന്ന് ഒരു പൊടിക്കൊന്ന് ലൂസായി പോയതുപോലെ തോന്നി. എന്നാലും കുഴപ്പമില്ലായിരുന്നു. കേക്ക് ബേക്ക് ചെയ്ത് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കേക്കുമായിരുന്നു കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടി. അങ്ങനെ അത് 2 ട്രേയിൽ ഒരു 2 ട്രേയും പിന്നെ ഒരു ചെറിയൊരു പാത്രത്തിലും കൂടെ വെക്കാനുള്ള മാവുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അത് ബേക്ക് ചെയ്യാനായിട്ടൊക്കെ വെച്ചു. ബേക്ക് ചെയ്യാൻ വെച്ചൊരു എന്താ പറയുന്നത് 180, എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ചെറുതായിട്ട് ഇതേപോലെ ഒരു വ്ളോഗിൽ അങ്ങ് ആക്കിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ ഒരു 4 to 45 മിനിറ്റ്സ് ഒക്കെ വെച്ച് ഇതുവരെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടന്നു. പക്ഷേ ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം എപ്പോഴോ എൻ്റെ കൈ കൊണ്ട് ആ ഒരു ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്ന് കൂടിപ്പോയി കേട്ടോ. 180 എന്നുള്ളത് 200-ന് മുകളിൽ കിടക്കുമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗം ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ തുടങ്ങി. എന്നാലും അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ലായിരുന്നു. ആ ഒരു ഞാൻ പെട്ടെന്ന് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് മൊത്തത്തിൽ കരിഞ്ഞു പോയേനെ കേട്ടോ. അങ്ങനെ എന്തായാലും കേക്കൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.